പശ്ചിമേഷ്യയിൽ ദിവസങ്ങളോളം നീണ്ടുനിന്ന യുദ്ധസമാനമായ സാഹചര്യത്തിന് താൽക്കാലിക ശമനമുണ്ടായിരിക്കുകയാണ്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾക്ക് ഒരു വെടിനിർത്തൽ വഴി അറുതി വന്നിരിക്കുമ്പോഴും യുദ്ധത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ ഇറാൻ നടത്തിയ നീക്കങ്ങൾ ഇപ്പോഴും സൈനിക നിരീക്ഷകർക്കിടയിൽ വലിയ ചർച്ചയാണ്. പ്രത്യേകിച്ച് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC നടത്തിയ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 എന്ന സൈനിക നടപടി. വെടിനിർത്തലിലേക്ക് നയിച്ച ആ നിർണായക ഘട്ടത്തിൽ ഇറാൻ ലക്ഷ്യം വെച്ച കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നുവെന്നും അത് എങ്ങനെയാണ് മേഖലയിലെ ശക്തി സമവാക്യങ്ങളെ മാറ്റിയതെന്നും പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം വെടിനിർത്തലിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4ലൂടെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും അതീവ പ്രാധാന്യമുള്ള മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സുകളെയാണ് ഇറാൻ ലക്ഷ്യം വെച്ചത്. അതായത് ആയുധങ്ങളും പ്രതിരോധ സാമഗ്രികളും നിർമ്മിക്കുന്ന വൻകിട ഫാക്ടറികളെ. അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ഇറാൻ ഈ ആക്രമണം നടത്തിയത്. ഇസ്രായേലിന്റെ വിഖ്യാതമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പോലും വെല്ലുവിളിക്കാൻ ശേഷിയുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ ഇതിൽ ഉപയോഗിച്ചതായി സൈനിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. സാധാരണ സൈനിക താവളങ്ങൾക്കുപരിയായി ആയുധ നിർമ്മാണ യൂണിറ്റുകളെ ആക്രമിക്കുക വഴി ശത്രുവിന്റെ ദീർഘകാല യുദ്ധശേഷിയെ തകർക്കുക എന്ന തന്ത്രമാണ് ഇറാൻ ഇവിടെ പയറ്റിയത്. എന്തുകൊണ്ടാണ് വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്ന സമയത്ത് തന്നെ ഇത്തരമൊരു നീക്കം ഇറാൻ നടത്തിയത് എന്നതിന് വ്യക്തമായ രാഷ്ട്രീയ മാനങ്ങളുണ്ട്. ഇതിനു മുൻപ് നടന്ന ട്രൂ പ്രോമിസ് 1, 2, 3 ഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തങ്ങളുടെ സാങ്കേതിക മികവ് തെളിയിക്കുക എന്നതായിരുന്നു ഇറാന്റെ ലക്ഷ്യം. മേഖലയിലെ ഇസ്രായേലിന്റെ അധിനിവേശത്തിനും അമേരിക്കൻ ഇടപെടലുകൾക്കുമെതിരെ കൃത്യമായ മുന്നറിയിപ്പ് നൽകാൻ ഇതിലൂടെ ഇറാനായി. പ്രത്യേകിച്ച് ഇറാനിയൻ കമാൻഡർമാർക്ക് നേരെ നടന്ന ആക്രമണങ്ങൾക്കുള്ള മറുപടിയായാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അമേരിക്കൻ സൈനിക സാന്നിധ്യമുള്ള ഇടങ്ങളിൽ പോലും തങ്ങൾക്ക് കൃത്യമായി കടന്നു ചെന്ന് പ്രഹരിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചത് വെടിനിർത്തൽ ചർച്ചകളിൽ ഇറാന്റെ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ടാകാമെന്ന് കരുതപ്പെടുന്നു. ഇപ്പോൾ വെടിനിർത്തൽ നിലവിൽ വന്നെങ്കിലും ഈ സൈനിക നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് അവശേഷിപ്പിക്കുന്നത്. ഒന്നാമതായി, ഇസ്രായേലിന്റെ അജയ്യമായ പ്രതിരോധ കവചങ്ങളിൽ വിള്ളലുകൾ വീഴുന്നു എന്ന് ഈ ആക്രമണങ്ങൾ തെളിയിച്ചു. രണ്ടാമതായി, US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വയ്ക്കപ്പെട്ടത് അമേരിക്കയ്ക്ക് വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ചുള്ള വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. യുദ്ധം താൽക്കാലികമായി നിന്നെങ്കിലും സാമ്പത്തിക രംഗത്തെ അസ്ഥിരതയും എണ്ണവിലയിലെ ആശങ്കകളും പൂർണ്ണമായി വിട്ടുമാറിയിട്ടില്ല. ചുരുക്കത്തിൽ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 എന്നത് വെറുമൊരു സൈനിക നീക്കമല്ല. അത് പശ്ചിമേഷ്യയിലെ മാറുന്ന അധികാര സമവാക്യങ്ങളുടെ വ്യക്തമായ അടയാളമാണ്. ഡ്രോൺ സാങ്കേതിക വിദ്യയിലും മിസൈൽ കൃത്യതയിലും ഇറാൻ കൈവരിച്ചിട്ടുള്ള പുരോഗതി ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്നും ഒരു വലിയ ചർച്ചാ വിഷയമായി തന്നെ തുടരുന്നു. വെടിനിർത്തൽ വഴി മയപ്പെട്ട ഈ ശാന്തത എത്ര കാലം നീണ്ടു നിൽക്കുമെന്നതും ഭാവിയിൽ ഇത്തരം ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന തന്ത്രം യുദ്ധമുഖങ്ങളിൽ എന്ത് മാറ്റമുണ്ടാക്കുമെന്നതും കണ്ടു തന്നെ അറിയണം.